ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷനിലാണ്. ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തുകാർക്ക് എന്താ പറയുക, കൃഷിയാണ്. കൃഷി കഴിഞ്ഞിട്ട് വേറെ ഇതുള്ളൂ. അടിപൊളി സ്ഥലങ്ങളാണ്, പക്ഷേ കൃഷിയാണ്. പൈസ ഉണ്ട്, പൂത്ത പൈസ ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഇവിടുത്തെ ഏരിയ ഇതുണ്ടോ, എന്താ വ്യൂ അല്ലേ, കിടിലം വ്യൂ അല്ലേ. ഞാൻ കാണിച്ചു തരാം. അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ. മറ്റേ സൂര്യകാന്തി, അതേപോലെ പയറ്, നമ്മുടെ എന്താ പറയുക ചുവന്ന പയറ്, മറ്റേ പയറ് എങ്ങനെ പറയാം, ചെറുപയറ്, മമ്പയർ, ആ സാധനങ്ങളൊക്കെയാണ് എന്താ പറയുക കൂടുതലും ഇവർ കൃഷി ചെയ്യുന്നത്. മൺമറഞ്ഞു പോയാൽ ആരും അത് കൊണ്ടുപോകില്ല, മണ്ണൊരു കാര്യം അത് കൊണ്ടുപോകില്ല. പക്ഷേ ഈ ജീവിതം ജാളിയാക്കണ്ടേ. പിന്നെ ഇവിടുന്ന് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഇവരെ പ്രത്യേകത എന്ന് പറയാൻ, ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ എന്താ ആൾക്കാർ നിൽക്കുന്നുണ്ട്. രണ്ട് പശുവും തൊഴുത്തും സെറ്റപ്പും എല്ലാതും ഉണ്ട്. ചാണകം പരിപാടി, അവിടെ തന്നെ ഫുഡും കഴിക്കണം, അവിടെ തന്നെ കിടന്നുറങ്ങുന്ന രണ്ടാൾ. കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ രാവിലെ വരും, പിന്നെ വൈകുന്നേരം ആയാലേ ഒരു പോവുള്ളൂ. പശുവിനെ കറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അത് വേണ്ട, ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ, റിവീൽ ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇവർക്ക് പരിപാടിയൊക്കെ ഉണ്ട്, പൈസയും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇവർ ചാവുമ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടുപോകും, അതൊക്കെ അങ്ങനെ പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതാണ്. പിന്നെ ഇവർക്ക് നമ്മൾ ഭയങ്കര ഐത്താട്ടോ. ഇവരെന്തോ ബ്രാഹ്മണ കുടുംബം അങ്ങനെ എന്തൊക്കെയോ സീനാണ്. നമ്മുടെ വെള്ളം തൊട്ടപ്പോൾ നമ്മളെ കൂട്ടത്തിലേറ്റം വെള്ളം എടുത്തപ്പോൾ അവിടെ എടുക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓല ഭാഷയിൽ പറഞ്ഞ്. നമുക്ക് മനസ്സിലായില്ല. പിന്നെ മൂപ്പര വന്നിട്ട് ആ വെള്ളം കളഞ്ഞു. അപ്പോൾ ഞാൻ കരുതി വെള്ളം ഇല്ലായിട്ടാണ് ഓരങ്ങനെ പറയണത്, വെള്ളം എടുക്കണ്ടെന്ന് പറയണത്. പക്ഷേ അതുകൊണ്ടല്ല, ആ വെള്ളം തൊട്ടപ്പോൾ അത് അശുദ്ധി ആയതുകൊണ്ടാണ് മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആൾക്കാരെ ഇവിടത്തേക്ക് മെൻറ്റാലിറ്റിയില്ലേ, സംഭവം നമ്മുടെ നാട് തന്നെ ഇടോ, സംഭവം സെറ്റ്. ഇവിടെ സംഭവം കാണാൻ രസം തന്നെ ഉള്ളൂ. പക്ഷേ ആൾക്കാരെ മനസ്സൊക്കെ എന്തിനും ഇതിനും പൈസയാണ് ഇവർ. നമ്മളെ നാട്ടിലേക്കാളും ഇരട്ടി പൈസയാണ് ഇവർക്ക് വേണ്ടത്. ഡിക്റ്റേറ്റീവ് കരംചന്ദ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 2 വർഷം തേയില കാപ്പി ചെയ്ത മറ്റേ അച്ഛനും. ഇതാരും അറിയോ ഗൈസ്, എൻ്റെ അച്ഛനാണ് ഗൈസ്, എൻ്റെ അച്ഛൻ. അച്ഛൻ ഗുണ്ടൽപേട്ടയ്ക്ക് അച്ഛനൊരു പോക്കുള്ളതാണ്. ഇപ്പഴാ കുഞ്ഞിനെ കാര്യം മനസ്സിലായേ. അതെങ്ങനെ വരിക്ക് കുട്ടികളെ വരാൻ അച്ഛൻ്റെ വരവുകൊണ്ട്. ഏതാ മൂട്, ഇതിലെ മൂട് ഞാനാണ് ഗൈസ്. വെറും കോലം മാത്രമേ ഉള്ളൂ. വരുത്താണ് പൈസ. 5 പൈസക്കില്ല ആൾക്കാരെ കാണാൻ. വെള്ളം തൊട്ടപ്പോൾ അശുദ്ധിയാറല്ലേ മൂപ്പര് വെള്ളം എടുത്ത് തൊട മുടിയാതെ. തമിഴാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഓല കൾച്ചർ അനുസരിച്ച് വെള്ളത്തിന് ചിലപ്പോൾ പ്രാധാന്യം ഉണ്ടാവും. പിന്നെന്തിനാ മൂപ്പര ചിന്തനേ അതല്ല, ബാക്കിയുള്ളവർ തൊട്ട് അശുദ്ധാക്കരുന്നുള്ളതുണ്ടാവും, അശുദ്ധാക്കരുന്നുണ്ടാവും. അവര് കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അതിലൊരു ശുദ്ധീകരണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മറ്റേ സ്വാമി ഫോട്ടോയും പരിപാടി ഒക്കെ ഉണ്ട്, ഒരു പൂജനെല്ലാം ഉണ്ട്. എടാ, ഒരു പശുത്വത്തിൽ ഒരാൾ കടക്കാരൻ അത്രയും എന്താ അയാൾക്ക് ആ സാധനം കിട്ടിയിട്ടല്ലേ. നമ്മൾ ഏത് കാലത്തില് ജീവിക്കണത് ഇപ്പൊ എന്റെ സ്വഭാവമല്ലല്ലോ ചന്ദ്രുവിന്. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഇതിനോട് കൂളി ക്ലാസ് ഇട്ടിട്ടേ അത് പക്ഷെ ഓല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തരാം കൃഷിക്കും ഓല ഇതിനൊക്കെ. അതെ, കുട്ടികളെ മക്കളില്ലാത്ത വിചാരിച്ചോളി. ഇവര് മരിച്ചുപോയി കണ്ട സ്ഥലങ്ങളൊക്കെ എന്താ പൈസ കണ്ട പൈസ അങ്ങനൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യുന്ന വെച്ചാല് അപ്പുറത്തുള്ള ആളുടെ മതില് ഇപ്പുറത്തേക്ക് കെട്ടും, ഇതും കൂടെ അവരതാവും. അങ്ങനെയാണല്ലോ. അതെ ഗൈസ്, നല്ല മഴ വരുന്നുണ്ട്. ഞാൻ നിക്കുന്ന നോക്ക് മല്ലികപ്പാടത്തിന്റെ നടുവിൽ. അടിപൊളി. ഏതാ മൂട്, അമ്പരി മൂട്. അയ്യോ ഇത് കുറച്ച് ക്ലിപ്സ്. എൻ്റെ ബാഗിൽ ലെൻസും പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ
മഴ പെയ്ത് ഗൈസ്. അടിപൊളി. അയ്യോ മഴ പെയ്ത് എനിക്ക് ബാഗിൽ ലെൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഓടുന്നു. എൻ്റെ മോനെ. ഗൈസ് ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. ഹാപ്പി. കൊറേ എങ്ങനെ മലയാളം പഠിച്ചു? മലയാളം നമ്മളെ 20 കൊല്ലം അവിടെ നമ്മളെ പണിയാ. 20 കൊല്ലം. എവിടെ? സുൽത്താൻ ബത്തേരി. ആ പേരെന്താ? ചേട്ടന്റെ പേരെന്താ? നമ്മളെ പേര് മൂർത്തി. കൊള്ളാം. നിന്റെ പേരെന്താ? എന്റെ പേര് ഹരി. നിലമ്പൂരാണ്. ചോറ് കൂട്ട അരി. ചോറ് കൂട്ടാൻ അല്ലേ? Fantastic and beautiful. ഓറഞ്ച് ഇത്രയും ഇവിടെ പൊള്ളാച്ചിയിൽ വന്നിട്ട് ഇത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആട്ടോ. പറയ് കിട്ടില്ല മൂഡ് കിട്ടില്ലേ? അതും മഴയും പരിപാടി. ഗൈസ് ഞാനൊരു സംഭവം കാണിച്ചു തരണോ? ക്യാമറ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. ഒരു കിടിലം വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്നു. യെസ്, ഞാൻ നിന്നത് സൂര്യകാന്തികൾക്ക് നടുവിലായിരുന്നു. അതിമനോഹരമായ ഈ കാഴ്ചകളാണ്. കണ്ടോ വിരിഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നോക്കാം. ഒക്കെ അങ്ങോട്ട് ചെയ്ത് കിടക്ക. എന്താ മൂഡ്? അത്ര ഉള്ളു പറഞ്ഞു തന്നത്, പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയതുള്ളൂ. സമാധാനത്തിന്റെയും പാത പിന്തുടരുക. അതെ, ഇത് കർണാടകയാണ്. അപ്പൊ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാന്. അപ്പൊ ഞങ്ങളെ കർണാടക സ്റ്റോറി ഇതോടുകൂടി പര്യവസാനിക്കുന്നതാണ്. അടുത്ത് ഇനിയൊരു സ്റ്റോറി നമ്മളെവിടെ പോണേ? എങ്ങോട്ടേലൊക്കെ പോവും. അപ്പൊ എന്തായാലും സ്പൾബർഗിനോടൊപ്പം ക്യാമറമാൻ ഡ്രൈവർ സ്പൾബർഗിനോടൊപ്പം സന്തോഷ് പണ്ഡിറ്റ് കൊച്ചി. ഓക്കെ ബൈ ഗൈസ്, വേറൊന്നും പറയാല്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.